വെൽക്കം ടു ദ സുബിൻ ഷോ. ഈ പോഡ്കാസ്റ്റിൽ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെ ഡൈസെക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കലാണ് എൻ്റെ ജോലി. എൻ്റെ പേര് സുബിൻ ആൻഡ് വെൽക്കം ടു ദ ഷോ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സാണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുബിനാണ്. ഞാനൊരു ഷെഫാണ് ബൈ പ്രൊഫഷൻ ആൻഡ് വിത്ത് ദാറ്റ് ഐ ആം എ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റ് ആസ് വെൽ. അപ്പം ഞാൻ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കെഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ഫൈൻ ഡൈൻസ്, കിയോസ്ക്സ്, ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ദൈവത്തിൻ്റെ സഹായത്തോടെ ഒരുപാട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. പലരും നിങ്ങളിപ്പോൾ ഒരുപാട് റീൽസൊക്കെ കണ്ടു കാണും. ഒരുപാട് റീൽസിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേര്, എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫോക്കസ് ഈ സാധാരണ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഫുഡ് കോസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും അല്ല. എൻ്റെ ഒരു തോട്ട് ഈ പോഡ്കാസ്റ്റ് ത്രൂ നിങ്ങളെ ഒരു പുതിയൊരു ടേമുമായിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. ഈ ടേമാണ് ഗ്യാസ്ട്രോഫിസിക്സ്. ഇത് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ളൊരു ടേമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. വൈ? ബിക്കോസ് ഒരുപാട് ആൾക്കാർ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാട്ട് ഐ പേഴ്സണലി ഫീൽ ഇസ്, ഈ ഫീൽഡിലുള്ളപ്പം എനിക്ക് മനസ്സിലാകുന്നൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ മാതിരി ആക്ടേഴ്സ് ആകാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും ആസ്പിറേഷനാണ് ആക്ടറാകണം. ഐ തിങ്ക് അത് കഴിഞ്ഞിട്ട് ഏറ്റവും എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് പുതിയതായിട്ട് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ. അതിനൊരു റൂട്ട് കോസ് ഉണ്ട്. വൈ? ബിക്കോസ് എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ്. നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അതിൽ ചെയ്യണമെന്നൊരാഗ്രഹം കാണും. വളരെ സ്വാഭാവികമാണ്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ് ഓൾസോ. ഗിവിങ് സം ഗുഡ് ഫുഡ് ഇസ് റിയലി അമേസിങ്. പക്ഷേ പലപ്പോഴും എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജോഷിൽ കുറച്ച് കാശൊക്കെ അവിടെ നിന്ന് കിട്ടാൻ നേരത്ത് ഒരുപാട് ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഒരു സംരംഭം അങ്ങ് തുടങ്ങിയിട്ട് അതിനങ്ങ് റൺ ചെയ്തേക്കാമെന്ന് വിചാരിക്കും. പക്ഷെ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാർക്കായിട്ടുള്ളൊരു ഡേറ്റയാണ്. ഇറ്റ്സ് നോട്ട് എ വെരി കമ്പലിങ് ഓർ വെരി എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ളൊരു ഡേറ്റ അല്ല. ക്ലോസ് ടു അറൗണ്ട് 70-90% ഓഫ് റെസ്റ്റോറൻറ്റ്സ് ക്ലോസ് ഇൻ ദ ഫസ്റ്റ് 6 months. അതൊരു സ്റ്റാർക്ക് റിയാലിറ്റിയാണ്. അത് സംതിങ് ദാറ്റ് ഈസ് നോട്ട് എ വെരി പ്ലസൻറ്റ് റിയാലിറ്റി, ബട്ട് ഇറ്റ് ഈസ് എ റിയാലിറ്റി. അതായത് ഒരുപാട് ആൾക്കാർ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങും. ഒരു 5-6 മാസം കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടും. അതിലൊരുപാട് വേറെ ഫാക്ടേഴ്സ് ഉണ്ട് വിച്ച് എഫക്റ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് പിന്നെ അവർ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒരു പക്ഷേ ഫുഡ് കോസ്റ്റ് അവരുടെ കൺട്രോളിൽ നിൽക്കത്തില്ലായിരിക്കും. എപ്പോഴും എക്സ്പെൻസസ് മാത്രമേ വരുന്നുള്ളൂ. റിട്ടേൺസ് ഈവൻ നന്നായിട്ട് റൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ തന്നെ കുറേ കാശുണ്ടാക്കും, പക്ഷേ അത്ര തന്നെ കാശ് ഓവർ ഹെഡ്സിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകും. അപ്പം ഇതൊരു സ്റ്റാർക്ക് റിയാലിറ്റിയാണ്. അപ്പോൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഐ റിയലി വാണ്ട് ടു മേക്ക് യു ഫെമിലറൈസ് വിത്ത് ആൻ അമേസിങ് ടേം. ഇറ്റ്സ് കോൾഡ് ഗ്യാസ്ട്രോഫിസിക്സ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഇഫ് യു ആർ ഇൻ ടു റെസ്റ്റോറൻറ്റ് ബിസിനസ്. സോ ഗൈസ്, ഈ ഗ്യാസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യമായിട്ട് പ്രൊഫസർ ചാൾസ് സ്പെൻസ് എന്ന് പറഞ്ഞൊരു റിസർച്ചറാണ്. സോ പുള്ളിയുടെ ഒരു ബുക്കുണ്ട് ഗ്യാസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞത്. അമേസിങ് ബുക്ക്, അടിപൊളി ഒരു റീഡാണ്. ലെറ്റ് മീ ഏർജ് യു ഗൈസ് ടു ഗോ ഹെഡ് ആൻഡ് റീഡ് ദാറ്റ് ഫസ്റ്റ്. അമേസിങ് സ്റ്റഫ്. ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്നത് ജസ്റ്റ് ഫുഡ് കോസ്റ്റോ അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റോ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് ഡെലിഗേഷൻ, ഇതൊന്നും അല്ല റെസ്റ്റോറൻറ്റ് ഗെയിം. ഇൻഗ്രീഡിയൻസും ഫുഡിൻ്റെ ടേസ്റ്റും ഇതൊക്കെ മാത്രമല്ല റെസ്റ്റോറൻറ്റ് ഗെയിമിലുള്ളത്. ഗ്യാസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞൊരു എലിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് അതൊക്കെ 1 by 1 ആയിട്ട് ഡൈസെക്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഓരോ ടേംസും ഓരോ കോൺസെപ്റ്റ്സും എന്തൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് വെച്ച് എന്ത് കിട്ടും? ഈ എപ്പിസോഡ് തീരുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഗ്യാസ്ട്രോഫിസിക്സിൻ്റെ കോർ കോൺസെപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാകും. ഈവൻ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ ചുമ്മാ ഒരു വ്യംഗ്യത്തിന് പറയുന്നൊരു സംഗതിയല്ല. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര്, അതിൻ്റെ കോൺസെപ്റ്റ്,
അതിൻ്റെ നറേറ്റീവ്, നമ്മൾ എന്ത് സ്റ്റോറിയാണ് ഈ റെസ്റ്റോറൻറ്റ് വെച്ച് അവതരിപ്പിക്കാൻ പോകുന്നത്, ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നൊരു സംഗതിയാണ്. സെക്കൻഡ്, നമ്മുടെ പ്ലേറ്റ്സ്, കട്ട്ലറി, ക്രോക്കറീസിൻ്റെ ഈവൻ വെയ്റ്റ്, അതിൻ്റെ വെയ്റ്റ് പോലും ചില കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യും. നമ്മുടെ കട്ട്ലറീസ്, സ്പൂൺ, ഫോർക്ക്, അതിൻ്റെ വെയ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം വളരെ ലൈറ്റായിട്ട് കുറച്ച് അത്ര പ്രീമിയം അല്ലാതിരിക്കുന്ന ഒരു കട്ട്ലറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫീലേ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ലൊക്കേഷൻ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു സാധനം സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ക്ലൈൻറ്റേൽ എന്താണെന്ന് മനസ്സിലാക്കണം. അവിടുത്തെ ഡീമോഗ്രാഫിക്സ്, ആ ഏരിയയിൽ എന്തെങ്കിലും സ്കൂൾസ് ഉണ്ടോ, കോളേജസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മനസ്സിലാക്കണം. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ തീംസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇൻസൈറ്റ് കിട്ടും. പിന്നെ വെറും ഫുഡിൻ്റെ കളറും ടെക്സ്ചറും മാത്രമല്ല, അതിൻ്റെ സ്മെല്ല്, അത് എന്ത് കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്, ഇതൊക്കെ മാറ്റർ ചെയ്യുന്നൊരു സംഗതിയാണ്. പിന്നെ ഗസ്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ എൻഹാൻസ് ചെയ്യണം, അതിനെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നല്ലൊരു ഇൻസൈറ്റ് കിട്ടും. നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് ഈ കളിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവും. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവും. സോ സ്റ്റേ ട്യൂൺഡ് ടിൽ ദി എൻഡ്. ഐ എം ഷുവർ ഇഫ് യു ആർ എൻ ആസ്പയറിംഗ് റെസ്റ്റോറൻറ്റിയർ ഓർ ഇഫ് യു ആർ എൻ ആസ്പയറിംഗ് ഹോസ്പിറ്റാലിറ്റി പേഴ്സണൽ, ഇത് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. അത്ര എനിക്ക് ഉറപ്പ് തരാം നിങ്ങൾക്ക്. കുറേ നേരം കൂടെ ഒരു ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേസ്, ചായ തുടങ്ങി. ഓക്കെ, സോ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാൻ നേരത്തെ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ ടേസ്റ്റ് പാർട്ട് ഫസ്റ്റ്. നമ്മുടെ ഈ ടേസ്റ്റ്, ഉമാമി, സോൾട്ട്, സോർ, സ്വീറ്റ്, ഇത് മാത്രമല്ല, ദ കൈൻഡ് ഓഫ് സ്മെൽസ് പീപ്പിൾ ഗെറ്റ് വിത്ത് ദ ഫുഡ്, കളർ ഓഫ് യുവർ കട്ട്ലറി, വെയ്റ്റ് ഓഫ് യുവർ ക്രോക്കറി, ഇതൊക്കെ മാറ്റർ ചെയ്യുന്നൊരു സംഗതിയാണ്. നിങ്ങൾക്കിതറിയാമോ, ഒരു റെഡ് പ്ലേറ്റിൽ ഏത് ഫുഡാണെങ്കിലും വിൽ ടേസ്റ്റ് എ ലിറ്റിൽ സ്വീറ്റർ, കുറച്ച് മധുരമായിട്ട് തോന്നും. റെഡ് കളറിലെ പ്ലേറ്റിൽ നിങ്ങൾ എന്തെങ്കിലും സെർവ് ചെയ്ത് കഴിഞ്ഞാൽ, അതേമാതിരി നിങ്ങളൊരു ബ്ലൂ പ്ലേറ്റിൽ എന്തെങ്കിലും സെർവ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് സോൾട്ടി ആയിട്ട് തോന്നും. ഇത് സോഷ്യൽ സൈക്കോളജിയാണ്, ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നൊരു രീതിയാണ്, ബ്രെയിൻ്റെ ഒരു പെർസെപ്ഷനാണ്. റെഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു ഫണ്ടമെൻ്റൽ കോർ കളറാണ്. ഇപ്പം ചക്ര മെഡിറ്റേഷൻ നിങ്ങൾക്കറിയാം, ബേസ് കളറാണ്, റൂട്ട് ചക്രയിലുള്ളൊരു കളറാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കൊരു സ്വീറ്റ്നെസ് ആണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യം, ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിൻ്റെ കളറിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ എന്താണ് പെർസെപ്ഷനാണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത് സംഗതി. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഗാസ്ട്രോഫിസിക്സ് എന്ന് പറയുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ഇതൊക്കെ നമ്മൾ ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അത് എല്ലാവരും എപ്പോഴും പറയത്തില്ല. ഇത് കുറച്ച് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട്. ദിസ് അമേസിങ് റിസർച്ച് ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ഫുഡ് ബിസിനസ് ഇറ്റ് സെൽഫ്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പ്ലേറ്റിൻ്റെ ഒരു കളറിൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഭയങ്കര ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ല. ഇതൊക്കെ മാറ്റർ ചെയ്യുന്നത് ബേസിക്കലി നമ്മളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ, നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു കിയോസ്കിൻ്റെ ഒരു മോഡൽ, ഒരു ചായക്കടയുടെ ഒരു മോഡൽ നമ്മളൊരു കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മളൊരു ഫൈൻ ഡൈൻ്റെ ഒരു എക്സ്പീരിയൻസ് അവിടെ കൊടുക്കാൻ നോക്കിയാൽ അട്ടർ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ഈ ഡീമോഗ്രാഫിക്സ് മാറ്റർ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ബ്ലൂ പ്ലേറ്റും റെഡ് പ്ലേറ്റിൻ്റെയും കാര്യം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്ലേറ്റിംഗ് ആണ്. അപ്പം നമ്മളിപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ പോകുകയാണെന്ന് വിചാരിച്ചു. ആ റെസ്റ്റോറൻറ്റ് ഇപ്പം നമ്മൾ ആവറേജ് ക്രൗഡിനെ അല്ല, അതായത് ലോവർ മിഡിൽ ക്ലാസ്സിനെയും പിന്നെ കുറച്ച് പാവപ്പെട്ട ആൾക്കാരെ അല്ല ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പ്രീമിയമായിട്ട് അപ്പർ മിഡിൽ ക്ലാസ്സും കുറച്ച് മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ നമ്മൾ ഒരു സദ്യ കൊടുക്കുന്ന രീതിയും ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ സദ്യ കൊടുക്കുന്ന രീതിയും തമ്മിൽ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ടാകണം. ഇപ്പോൾ സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മീൽസ് ഒരു സദ്യ മാതിരി ഒരു സംഗതി ഏകദേശം ഒരു 120 അല്ലെങ്കിൽ 80 to 100, 120 ആ റേഞ്ചിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ആ ആംബിയൻസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഇലയിൽ കൊടുക്കുക. ഇലയിൽ നല്ല ഭംഗിയായിട്ട് അതിനെ വിളമ്പി കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീൽ കാണും. അതേസമയം നമ്മളൊരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെന്ന് വിചാരിച്ചോ, ആ ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ സെയിം ഇലയുടെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് എഫക്റ്റീവ് അല്ലായിരിക്കും.
അവിടെ വരുന്ന ക്ലയൻറ്റേലിന് കുറച്ചും കൂടി ഒരു എസ്തെറ്റിക്സ് നോക്കുന്ന ആൾക്കാരായിരിക്കും, അവരുടെ ഒരു പെർസെപ്ഷൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഈ സെയിം ഒരു മീൽസ് നമ്മൾ നല്ലൊരു താലി സ്റ്റൈലിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്ലേറ്റിൽ ഇലയൊക്കെ വെച്ചിട്ട്, പ്ലേറ്റിൽ ഇല കണ്ടിച്ച് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എസ്തെറ്റിക്സ് കാണും, അത് കാണാനൊരു ഭംഗി കാണും. ഈ സെയിം മീൽസ് നമുക്ക് അവിടെ ഏകദേശം ഒരു 180 to 200 റേഞ്ചിൽ നമുക്കത് സെല് ചെയ്യാനുള്ളൊരു പെർസെപ്ഷൻ വരും. അത് കാണുമ്പോൾ ഏത് കസ്റ്റമർ ആണെങ്കിലും ദേ വിൽ നോട്ട് ഹാവ് എ പ്രോബ്ലം ഇൻ സ്പെൻഡിങ് സോ മച്ച് മണി, ബിക്കോസ് ആ എസ്തെറ്റിക്സ് നമ്മളവിടെ കൊടുക്കും. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഡിഷ് അതൊരു റൗണ്ട് പ്ലേറ്റിൽ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഒരു പെർസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി സ്വീറ്റ് ആയിരിക്കും റൗണ്ട് പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ്റെ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു റൗണ്ട് പ്ലേറ്റിൽ അത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് സ്വീറ്റ്നെസ് അതിൽ ഫീൽ ചെയ്യും. അതേസമയം നമ്മളൊരു സ്ക്വയർ പ്ലേറ്റിലാണ് അത് സെർവ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബിറ്റർനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ഫോർ ദ ഷെഫ്സ് ഹു ആർ മേക്കിംഗ് ഫുഡ് ഇൻ ദ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ഡിഷ് പ്ലേറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ നിങ്ങൾക്ക് ഇതാണ് പെർസീവ് ചെയ്യണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലേറ്റ്സ് സെലക്ട് ചെയ്യുക. ആൻഡ് ടേബിൾ വെയർസ് മാറ്റർ അ ലോട്ട്. അതിൻ്റെ ക്വാളിറ്റി ഇന്നത്തെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. നമുക്ക് പണ്ടത്തെ മാതിരി നോർമൽ ഒരു സാധനത്തിൽ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം പ്രൈമറി ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിപ്പം ഇപ്പോഴും വിചാരിക്കുന്നത്, റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് പലരും വിചാരിക്കുന്നത് എന്തിലെങ്കിലും ഒന്ന് കൊടുത്ത് സെർവ് ചെയ്താൽ മതി എന്നാണ്. പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ലോകത്തിനെ മാറ്റി. എവ്രിബഡി നോസ് ഫുഡ്. എല്ലാവർക്കും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ വേൾഡാണ്. സോ പീപ്പിൾ ആർ വാച്ചിങ് തിങ്സ്. അത് മനസ്സിലാക്കുന്നുണ്ട്, അതിൻ്റെ ടേസ്റ്റുകൾ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇതിനെ പെർസീവ് ചെയ്തിട്ട് വേണം നമ്മൾ ശരിക്കും ഇനിയും അങ്ങോട്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഗെയിം കളിക്കാൻ പാടുള്ളത്. ഇപ്പം നമ്മൾ ഡെസേർട്ട്സ് സെർവ് ചെയ്യാൻ നേരത്ത് ഒരു എക്സാമ്പിൾ തരാം. നമ്മളിപ്പം ഒരു പായസമാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് വിചാരിച്ചോ. ഈ പായസത്തിന് നമ്മൾ അഥവാ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബൗളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പെർസെപ്ഷൻ അത് അത്ര അങ്ങോട്ട് നല്ലതല്ലായിരിക്കും. അതേസമയം ഈ സെയിം സാധനം നമ്മളൊരു കോപ്പറിൻ്റെ വെസലിലോ അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെ വെസലിലോ അല്ലെങ്കിൽ ഈവൻ ഒരു സിറാമിക് ആയിട്ടുള്ളൊരു വെസലിൽ, കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള ഒരു വെസലിൽ നന്നായിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പെർസെപ്ഷൻ ഇസ് ഡിഫറെൻറ്റ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ ഫുഡ് പ്രസൻറ്റ് ചെയ്യാൻ നേരത്തെ, ഇന്നത്തെ കാലത്ത് ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ കേരളത്തിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഞാൻ പറഞ്ഞ മാതിരി ഇൻ്റർനെറ്റ് എല്ലാത്തിനെയും മാറ്റിമറിച്ചു. എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫുഡ് നമ്മൾ സെർവ് ചെയ്യണം, വൺ ഓൺ ടോപ്പ് ഓഫ് ദി അതർ സ്റ്റാക്ക് ചെയ്തിട്ട് അതിനെ സെർവ് ചെയ്യുന്നതും ഫ്ലാറ്റായിട്ട് സെർവ് ചെയ്യുന്നതും ഭയങ്കര ഡിഫറൻസാണ്. കുറച്ചും കൂടി അതിൻ്റെ ടെക്സ്ചറെ കാണിച്ച് നമ്മൾ കുറച്ച് ഹൈറ്റിലായിട്ട് കാര്യങ്ങളെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ഒരു റിച്ച് ഫീലിംഗ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൊണ്ടുവരും കസ്റ്റമറിൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ തരാം. നമ്മൾ ബിരിയാണി നമ്മൾ ഒരു ഫ്ലാറ്റ് ബൗളിൽ കൊടുക്കുന്നതും നമ്മളുടെ ഇപ്പോൾ എസ്പെഷ്യലി നോർത്ത് കേരളയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളൊരു ചെറിയ പ്ലേറ്റിൽ അതിനെ കുറച്ച് കൂന കൂട്ടിയിട്ട് കൊടുക്കുന്ന മാതിരി ഈ പ്രസൻറ്റേഷൻ മാറ്റേഴ്സ്. പീപ്പിൾ പ്രിഫർ ആകുമ്പോൾ കുറച്ചും കൂടി പൊങ്ങിയിരിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ അതിനെ കാണാനാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. സോ ദാറ്റ് അഗെയിൻ ഈസ് ആൻ അമേസിങ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ് ആസ് ഫാർ ആസ് പ്ലേറ്റിങ്ങും കൈൻഡ് ഓഫ് കട്ട്ലറീസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അഥവാ ഒരു ഫോർക്കോ ഒരു നൈഫോ അതിൻ്റെ വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ പെർസെപ്ഷൻ അതൊരു പ്രീമിയം പ്ലേസാണ്, അതിനൊരു പ്രീമിയം ആയിട്ടുള്ളൊരു ഫീല് കിട്ടും. അപ്പോൾ നമ്മളിപ്പം പലപ്പോഴും ഞാൻ ഒരുപാട് കൺസൾട്ടിങ് ചെയ്യാൻ നേരത്ത് ഞാൻ പറയുന്നൊരു ഫാക്ടറാണ്, എല്ലാവരും ഇപ്പം കോസ്റ്റ് ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാൻ നോക്കുകയാണ്. അതായത് കസ്റ്റമറിന് നമ്മൾ ഭയങ്കര ചീപ്പായിട്ട് സെല്ല് ചെയ്യാൻ നോക്കുകയാണ്. ഇത് മാറ്റർ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലാണ്. ഇപ്പം നമ്മളൊരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു പ്രീമിയം പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അതേസമയം നമ്മൾ നല്ലൊരു ഫീൽ കൊടുത്തിട്ട് അത്യാവശ്യം നമ്മളുടെ കോസ്റ്റിങ്ങിനെ മാനേജ് ചെയ്തിട്ടുള്ള ഒരു സംഗതി നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചില ഇങ്ങനത്തെ ഫീൽസൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ആർ പീപ്പിൾ ഫോർ ദാറ്റ്. പീപ്പിൾ ആർ റെഡി. ഞാൻ ഒരുപാട് കേട്ടിട്ട്, ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറയാം, എനിക്ക് നല്ല ഫുഡ് കഴിക്കാൻ ഐ വിൽ നോട്ട് മൈൻഡ് മൈ സ്പെൻഡിങ്. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാര്യം എനിക്ക് വേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും പല ആൾക്കാരും മനസ്സിലാകാതെ പോകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ വി ആർ നോട്ട് സെല്ലിങ് ജസ്റ്റ് ഫുഡ് മാത്രമല്ല നമ്മൾ സെല്ല് ചെയ്യുന്നത്. നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെയാണ് ഈ സർവീസിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്.
അവിടെയാണ് നമ്മളുടെ ഓരോ കട്ട്ലറി ക്രോക്കറീസ് നമ്മളുടെ ഒരു ഫീൽ ഗുഡ് നമ്മൾ ഒരു കസ്റ്റമറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മാറ്റർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഫൈൻ ഡൈൻ പ്ലേറ്റിങ്ങിൻ്റെ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ ഫുഡിൻ്റെ ടേസ്റ്റും ഈ ടച്ചും നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ടേസ്റ്റും ടച്ചും നമ്മൾ കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൗണ്ട് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നൊരു സംഗതിയാണ്. സോ പ്രൊഫസർ ചാൾസ് പുള്ളിയുടെ റിസർച്ചിൽ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു സോഫ്റ്റ് മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്പോട്ടിഫൈയിലും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മ്യൂസിക്കിൻ്റെ ചെക്ക് ലിസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ് മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു സ്വീറ്റ്നെസ്സിൻ്റെ ഒരു എൻവയൺമെൻറ്റാണ്. ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് ഇറ്റ്സ് ഓൾവേസ് റെക്കമെൻഡ് ടു ഗോ ഫോർ എ സോഫ്റ്റ് മ്യൂസിക്. ഫോർ എക്സാമ്പിൾ ഒരു കെഫേ സ്റ്റൈൽ, ഒരു ബേക്കറി യൂണിറ്റ്, ഇങ്ങനത്തെ ഒരു സംഗതിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എപ്പോഴും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് കൊടുത്ത് അതിൻ്റെ ഫ്രീക്വൻസി മാറ്റർ ചെയ്യും. മ്യൂസിക്കിൻ്റെ ഫ്രീക്വൻസി നമ്മുടെ ബ്രെയിൻ വേവ്സിനെ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. ഈവൻ നമ്മുടെ ക്രേവിങ്സിനെ കൂടെ അത് മാറ്റർ ചെയ്യും. അതായത് ചില മ്യൂസിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിശപ്പ് തോന്നും. അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് ഇനി ഒന്ന് കഴിക്കാനുള്ളൊരു ഫീല് കിട്ടും. സോ ലൈക്ക് ഓൾവേസ് റെസ്റ്റോറൻറ്റ്സിൽ ബിസിനസ് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. അവിടെ അപ്സെല്ലിങ്, ഇനി കൂടുതൽ ഡിഷസ് സെല് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങളുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് കസ്റ്റമറിനെ ഭയങ്കരമായിട്ട് കഴിപ്പിക്കുക, അങ്ങനെയല്ല. ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക, ദാറ്റ് മാറ്റേഴ്സ്. അതേസമയം നമ്മൾ നല്ല ലൗഡായിട്ടുള്ള മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ അത് ടേസ്റ്റിൻ്റെ പെർസെപ്ഷനെ ഇൻക്രീസ് ചെയ്യുന്ന കുറച്ച് ബിറ്റർനെസ്സും കുറച്ച് സ്പൈസിനെസ്സിനെയാണ്. നിങ്ങൾ പൊതുവേ നല്ല ബാറുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ബാർസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും. നല്ല ബീറ്റ്സും മെറ്റാലിക് ആയിട്ടുള്ള അങ്ങനത്തെ ബീറ്റ്സൊക്കെ ആയിരിക്കും കൂടുതൽ, ബീറ്റ്സുള്ള മ്യൂസിക് ആയിരിക്കും കൂടുതൽ പ്ലേ ചെയ്യുന്നത്. അത് വൈ? ബിക്കോസ് പീപ്പിൾ വാണ്ട് അവർക്ക് എരിവ് തോന്നണം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ഡ്രിങ്ക്സ് കൂടുതൽ കൺസ്യൂം ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എൻവയൺമെൻറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ മ്യൂസിക്കിൻ്റെ പ്ലേലിസ്റ്റുകൾ സെലക്ട് ചെയ്യാനുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഇടങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പലരും എന്ത് ചെയ്യും, നേരെ യൂട്യൂബ് അങ്ങ് കണക്ട് ചെയ്യും, ചുമ്മാ ഒരു പ്ലേലിസ്റ്റ് അങ്ങ് പ്ലേ ചെയ്യും. ആ യൂട്യൂബ് നമ്മൾ പെയ്ഡ് യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഡ്സ് കേൾക്കത്തില്ല. പലയിടത്ത് ഞാൻ ശ്രദ്ധിച്ച ആഡ്സും കേട്ടുകൊണ്ടിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ മ്യൂസിക്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നിങ്ങൾ സൗണ്ട് മാറ്റർ ചെയ്യും. സൗണ്ട് ഈസ് എ വെരി ക്രിട്ടിക്കൽ പോയിൻറ്റ്. എൻ്റെ പ്രീവിയസ് പോഡ്കാസ്റ്റ് നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഹാവ് ഡൺ എ പോഡ്കാസ്റ്റ് ഓൺ മ്യൂസിക്. ബ്രെയിൻ്റെ പെർസെപ്ഷനെ എന്തുമാത്രം എഫക്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണ് ഈ സൗണ്ട്. നമ്മുടെ ഇയേഴ്സ് ആർ ആൻ അമേസിങ് ടൂൾ. നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ എവല്യൂഷനിൽ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് നമ്മുടെ മൂഡിനെ മാറ്റാനും പല കാര്യങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ദ ബീറ്റ്സ് പെർ മിനിറ്റ് അത് മാറ്റർ ചെയ്യുന്നൊരു സംഗതിയാണ്. ഒരു ട്രാൻസ് മ്യൂസിക് ഒരു വേറെ തന്നെ ഒരു ലെവലിലോട്ട് നമ്മളുടെ മൈൻഡ് സെറ്റിനെ കൊണ്ടുപോകും. സോഫ്റ്റ് മ്യൂസിക് വേറെ തന്നെ ഒരു ലെവലിലോട്ട് കൊണ്ടുപോകും. കുറച്ച് സ്ട്രിങ്സിൻ്റെ മ്യൂസിക് വേറെ തന്നെ ലെവലിലോട്ട് കൊണ്ടുപോകും. മെറ്റാലിക് മ്യൂസിക് വേറെ തന്നെ ലെവലിലോട്ട് നമ്മളെ പെർസീവ് ചെയ്യാൻ കൊണ്ടുപോകും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എപ്പോഴാണെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടേസ്റ്റ്, ടച്ച്, സൗണ്ട്, ഫീൽ. ഈ ബേസ് സെൻസസിനെ നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ചെയ്യാതെ ഒരു കാരണവശാലും റെസ്റ്റോറൻറ്റ് എൻഹാൻസ് ആയിട്ട് വർക്കൗട്ട് ആകത്തില്ല. ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ദ മ്യൂസിക് ദാറ്റ് യു ആർ പുട്ടിങ് ഇൻ ഇസ് റെലവൻറ്റ്. നിങ്ങളുടെ ആ ഒരു റെസ്റ്റോറൻറ്റ് തീമുമായിട്ട് റെലവൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ ആ ഒരു കൈൻഡ് ഓഫ് ഫുഡ് നിങ്ങൾ കൊടുക്കുന്നത് ആയിട്ട് ഭയങ്കരമായിട്ട് റെലവൻ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾക്ക് കാണാം, എസ്പെഷ്യലി നോർത്ത് കേരളയിൽ ഒരുപാട് അറബിക് സ്റ്റൈൽ റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട്. ഒരുപാട്. ആൻഡ് അമേസിങ് ഫുഡ്. നമ്മുടെ ഗൾഫിലുള്ള നമ്മളുടെ മലയാളി കമ്മ്യൂണിറ്റി ഈസ് ആൻ അമേസിങ് ഫ്ലറിഷിങ് കമ്മ്യൂണിറ്റി. അവിടുന്ന് വരാൻ നേരത്ത് അവിടുത്തെ ഫുഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ക്ലയൻറ്റ്സ് എനിക്കുണ്ട്. അവർ പുറത്ത് പോയി അവർക്ക് ആ ഒരു ഫീൽ ഇവിടെ കൊണ്ടുവരണം. ആൻഡ് ദാറ്റ്സ് ആൻ അമേസിങ് തിങ്. അപ്പോൾ ഇങ്ങനത്തെ ഈ അറബിക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സോഫ്റ്റ് മ്യൂസിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീലേ വേറെയാണ്. ആൾക്കാർക്ക് ആ ഒരു ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പല ആൾക്കാർക്ക് ഈ മ്യൂസിക് മാറ്റർ ചെയ്യും. ഇപ്പോൾ ഞാനിതിനെ കാണുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഓരോ ലൈഫിലെ ഓരോ ഘട്ടങ്ങളിൽ ഞാൻ ചില മ്യൂസിക്കുകൾ കേൾക്കാറുണ്ടായിരുന്നു.
റിപ്പീറ്റഡ്ലി എനിക്ക് ഇഷ്ടപ്പെട്ട് കേൾക്കാറുള്ള ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ആംബിയൻസിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മീ ടു ദാറ്റ്, എന്നെ ആ ഓർമ്മകളിലോട്ട് കൊണ്ടുപോകും. അത്രയും പവർഫുള്ളാണ് ഈ മ്യൂസിക് എന്ന് പറയുന്ന സംഗതി. അപ്പം ഇങ്ങനെയുള്ളൊരു എൻവയൺമെൻറ്റിൽ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ ദാറ്റ് ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൻ്റെ ചെക്ക് ലിസ്റ്റ് ക്യൂറേറ്റഡ് ആയിരിക്കണം, 1 by 1. ചുമ്മാ നിങ്ങൾ അതിനെയൊക്കെ നിങ്ങൾ ഭയങ്കര നോർമലായിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. പലപ്പോഴും ആൾക്കാർക്ക് ഫെയിലിയർ പറ്റുന്നത് ഇവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ തീമുമായിട്ട് സെറ്റായി പോകുന്ന മ്യൂസിക് ഇടുക ഭയങ്കര ക്രിട്ടിക്കലാണ്. നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഗ്യാസ്ട്രോഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ആയിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെൽ മാറ്റേഴ്സ്. ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നൊരു സംഗതിയാണ് സ്മെല്ല്. അപ്പം നമ്മൾ ഇപ്പം ഒരു കെഫേയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ലൊരു കെഫേയിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നിങ്ങളൊരു കെഫേ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് എ സ്മെൽ ഓഫ് കോഫി ഈസ് ദെയർ. ആ കോഫിയുടെ ആ ഒരു സ്മെല്ലുണ്ടെങ്കിൽ തന്നെ ആ പെർസെപ്ഷനെ അതാവും, ഐ എം ഫീൽ ഗുഡിലോട്ട് വരും. ഇതിൻ്റെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മെല്ല് നമ്മളെ മെമ്മറീസിലോട്ട് തിരിച്ചു കൊണ്ടുപോകും. നമ്മളെല്ലാം ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതും ഒട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു സംഗതിയാണിത്. ബേസിക്കലി ഹ്യൂമൻ എവല്യൂഷനിൽ സ്മെല്ല് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്തൊരു സംഗതിയാണ്. അപ്പം ഇപ്പോൾ ഒരു ക്രൗഡ്, ഒരു പണ്ടത്തെ ഒരു ക്വേവ് ഡ്വെല്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകാൻ നേരത്ത് അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്മെല്ലുകൾ അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മെമ്മറീനെയാണ് അത് തിരിച്ചങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ ഈ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ സ്മെല്ലും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഒരു നെയ്യിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ദോശയുടെ സ്മെല്ലോ വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു കോൺഫ്ലിക്റ്റാണത്. അപ്പം എപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അവിടുത്തെ അറോമയും സ്മെല്ലും. അഗെയിൻ തീം മാറ്റേഴ്സ്. തീമുമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം ഈ സ്മെല്ലിൻ്റെ ഒരു പെർസെപ്ഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ദോശയൊക്കെ കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു സിസിൽ, ആ ഒരു നല്ലൊരു നെയ്യിൻ്റെ ഒക്കെ ഒരു സ്മെല്ല്, ആ ഒരു നമ്മൾ ദോശ ചുടാൻ നേരത്ത്, ഇത് ചെയ്യാൻ നേരത്ത്, റോൾ ചെയ്യാൻ നേരത്തും ആ പുകയൊക്കെ വരുന്നില്ല, അങ്ങനത്തെ ഒരു സ്മെല്ലിൻ്റെ ഒരു പെർസെപ്ഷൻ കൊടുക്കാൻ നമുക്ക് പറ്റിയെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. അത് അതിൻ്റെ പർപ്പസ് സെർവ് ആകും. സെക്കൻഡ്, ഇപ്പോൾ നമ്മൾ ചില സ്പൈസസിന് നല്ല സ്ട്രോങ് ഫ്ലേവേഴ്സ് ഉണ്ട്. സിനമൺ, ക്ലവ്സ്, കാർഡമം. ഈ കറുകപ്പട്ടയുടെയൊക്കെ സ്മെല്ല് ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫീലേ ഡിഫറെൻ്റാണ്. ആൾക്കാർ അതുമായിട്ട് പെർസീവ് ചെയ്യും. ആ ഫുഡ് കഴിക്കുന്ന എക്സ്പീരിയൻസ് പോലും അതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ എത്ര നല്ല ഫുഡ് കൊടുത്താലും ചില ആൾക്കാർക്ക് ആ ഫുഡിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അത് എപ്പോഴും നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കാനും പറ്റില്ല. പക്ഷേ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. കാരണം അവരുടെ എൻവയൺമെൻറ്റ് അങ്ങനെ ആയിരിക്കാം. അവർ കയറി വരാൻ നേരത്ത് അവർക്ക് വേറെ എന്തോ ഒരു സ്മെല്ല് വന്ന് കാണും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ക്ലയൻസിൻ്റെ അടുത്തും പറയുന്നൊരു സംഗതിയാണ്, എപ്പോഴും നമ്മൾ വാഷിംഗ് ഏരിയയിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നിങ്ങളുടെ കൈ കഴുകുന്ന ഏരിയ നല്ല ക്ലീൻ ആയിരിക്കണം. ഈ ഇടയായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണിത്. പലയിടങ്ങളിലും ഈ ഫുഡൊക്കെ സൂപ്പർബായിരിക്കും, എല്ലാം അടിപൊളിയായിരിക്കും, പക്ഷേ നമ്മൾ ഈ കൈ കഴുകാൻ പോകുന്ന സ്ഥലത്തെ സ്മെല്ല് ഭയങ്കര മോശമായിരിക്കും, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ സ്മെല്ല് ഭയങ്കര മോശമായിരിക്കും. വളരെ ട്രാവൽ ചെയ്തിട്ട് വരുന്ന ആൾക്കാരൊക്കെ നേരെ ആദ്യം വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാൻ നേരത്ത് അവരുടെ ഫസ്റ്റ് ഇമ്പ്രഷനേ അവിടെ പോയി. സോ പല ലീഡിങ് ചെയിൻസ്, ഞാൻ ഹെൽപ്പ് ചെയ്ത് സെറ്റാക്കിയ ചില ചെയിൻസിന് ഞാൻ പഠിച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവരൊക്കെ ഞാൻ പല ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്സിലും കണ്ടിട്ടുണ്ട്. ഒരാളെ വാഷ്റൂമിലായിട്ട് ഡിപ്ലോയ് ചെയ്യാറുണ്ട്. അത് ഇതൊക്കെ നിങ്ങളുടെ കോസ്റ്റിങ്ങിനെയൊക്കെ ബാധിക്കുന്നൊരു സംഗതിയാണ്. പക്ഷേ എന്നാലും വാഷ്റൂമിൽ ഒരാളെ ഡിപ്ലോയ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഹിസ് ജോബ് ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ബാത്റൂംസ് ആർ ക്ലീൻ ഓൾ ദ ടൈം. ഏത് പീക്ക് ടൈമിലും ഒരാൾ എപ്പോഴും അവിടെ കാണും. മിറേഴ്സ് ക്ലീൻ ചെയ്യാനും, സിങ്ക് ക്ലീൻ ചെയ്യാനും, വാഷ്റൂം ക്ലീൻ ചെയ്യാനും അങ്ങനെയൊക്കെ ഒരാളെ വെച്ചിരിക്കും. അവിടെ തന്നെ നമ്മുടെ പെർസെപ്ഷൻ ബ്യൂട്ടിഫുൾ ആവും. അതിനുശേഷം പിന്നെ അകത്തോട്ട് വരാൻ നേരത്തെ ഈ സ്ട്രോങ് ആയിട്ടുള്ള സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ല് വരാൻ നേരത്തെ മൊത്തത്തിൽ ഗെയിം അങ്ങ് മാറും. ആൾക്കാർ ആ ഒരു എക്സ്പീരിയൻസിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഗൈസ്, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് മെനുവിൻ്റെ ഡിസൈൻ. പലപ്പോഴും ഒരുപാട് ആൾക്കാർ മിസ് ഔട്ടായി പോകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവരുടെ മെനു അവർ നോർമൽ രീതിയിലോ എങ്ങനെ ചുമ്മാ ഒരു ഒരു ജസ്റ്റ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ അങ്ങനെ അങ്ങ് ഡിസൈൻ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമർ കയറി വന്ന ഉടനെ അവിടെ ഇരുന്ന് ഉടനെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഒരു സെയിൽസ് ടൂളാണ് മെനു. ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കണം. മെനു എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഉണ്ട് സോഷ്യൽ സൈക്കോളജിയിൽ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാനൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് തരുവാണ്. ഒരിക്കലും മെനുവിൽ നിങ്ങൾ റുപ്പീസിൻ്റെ സിമ്പൽ മെൻഷൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ RS എന്ന് എഴുതുകയോ അല്ലെങ്കിൽ റുപ്പിയുടെ സിമ്പൽ മെൻഷൻ ചെയ്യാൻ പാടില്ല. ഇത് മെൻഷൻ ചെയ്താൽ ഉടനെ പെർസെപ്ഷൻ അങ്ങ് മാറും. ഇത് മെൻഷൻ ചെയ്താൽ ഉടനെ ഒരാൾ മെനു കാണുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ തോന്നും ഇതെന്തോ കച്ചവടം നടത്താൻ പോകണമെന്ന്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കച്ചവടം ആണ് ചെയ്യുന്നത്, അത് വേറൊരു ഫാക്ടറാണ്. പക്ഷേ എന്നാലും കസ്റ്റമറിന് അങ്ങനെ ഒരു ഫീല് കിട്ടാൻ പാടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഫീലായിരിക്കണം. അപ്പോൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൾവേസ് ട്രൈ ടു അവോയ്ഡ് ദറ്റ് റുപ്പി സിമ്പിൾ അല്ലെങ്കിൽ RS അങ്ങനെ എഴുതുന്ന ഒരു സിമ്പിൾ അവോയ്ഡ് ചെയ്യുക, നമ്പേഴ്സ് എടുക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെനുവിൻ്റെ പേര്, ഡിഷിൻ്റെ പേര്. നമ്മളൊരു ആംബിയൻസ് അനുസരിച്ച് വേണം അതിൻ്റെ പേരുകളിടാൻ. എപ്പോഴും ഒരു ചെറിയ വൗ ഫാക്ടർ എപ്പോഴും വേണം ഡിഷിൻ്റെ പേരുകളിലും. നെക്സ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചുമ്മാ ഒരു സാധനത്തിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സാധനം കൊടുത്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല. ആൾക്കാർ അത് വായിക്കാൻ നേരത്തെ അവർക്കൊരു ഫൺ ഫീൽ കിട്ടണം. എന്താണിത്, അത് ഒരു ചെറിയൊരു ആൻസൈറ്റി ഉണ്ടാകണം. എന്താണ് ഈ സംഭവം, ഇതിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഒരു ഫൺ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കണം, ആ ഒരു ചാം എപ്പോഴും കാണണം മെനുവിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിക്ചേഴ്സ്. ഇപ്പോൾ ഞാൻ പല റെസ്റ്റോറൻറ്റ്സിലും കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. നല്ല സൂപ്പർബ് റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും, പക്ഷേ ആ ഡിഷ് എന്താണെന്ന് നമുക്ക് സെല്ല് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും അടിപൊളി അവസരമാണ് ആ ഡിഷിൻ്റെ ഒരു ഫോട്ടോ അതിൽ വെക്കുക. പ്രിഫറബിളി ഞാൻ കൺസൾട്ട് ചെയ്യാൻ നേരത്തെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സ്വന്തം ഫുഡ് ഫോട്ടോഗ്രാഫി, അതായത് നമ്മൾ എന്താണോ കൊടുക്കുന്ന ആ ഫുഡിൻ്റെ അതേമാതിരത്തെ ഫുഡ് ഫോട്ടോഗ്രാഫി എടുത്ത് അത് മെനുവിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇൻ്റർനെറ്റിൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ഫോട്ടോസ് കിട്ടും, പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ നമുക്ക് കിട്ടുന്നത്, ഇത് രണ്ടും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആൾക്കാരിൽ ആ ഒരു എക്സ്പീരിയൻസ് മോശമാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് നിങ്ങൾ കിച്ചണിലെ SOPs എല്ലാം ഡിസൈൻ ചെയ്യാൻ നേരത്തെ, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ നേരത്തെ, പ്ലേറ്റിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ നേരത്ത് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ഒറിജിനൽ പിക്ചർ, നിങ്ങൾ ഏത് പിക്ചറാണോ കസ്റ്റമറിനെ കാണിക്കുന്നത് അതേമാതിരി തന്നെ അത് പ്രസൻറ്റ് ആകണം. ആ കളർ, ആ ടെക്സ്ചർ, ആ പ്ലേറ്റിംഗ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. സോ മെനുവിൽ ഉണ്ടാകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ പിക്ചേഴ്സാണ്. സോ ഷോ ഗുഡ് പിക്ചേഴ്സ്, നല്ല ആപ്പറ്റൈസിങ് ആയിട്ടുള്ള പിക്ചേഴ്സ്. ഇപ്പോൾ ഒരുപാട് ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുക. ഫുഡ് ഡിസൈൻസ് ഉണ്ട്, അതായത് പ്ലേറ്റിംഗ് ഡിസൈൻസ് ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എൻഹാൻസ് ചെയ്തിട്ട് നമ്മളൊന്ന് സെല്ല് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നത്തിങ് ലൈക്ക് ഇറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? ഫസ്റ്റ്, മെനുവിൽ ഒരിക്കലും നിങ്ങൾ റുപ്പി സിമ്പലോ കറൻസി സിമ്പിൾ വെക്കാതിരിക്കുന്നത് ആയിരിക്കും പ്രിഫറബിളി ഗുഡ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം, നല്ല ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. പേരുകൾ വായിക്കുമ്പം ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. ആ പേരിനൊരു നറേറ്റീവ് ഉണ്ടാകണം, അല്ലെങ്കിൽ ആ പേരിന്, ആ ഫുഡിനൊരു സ്റ്റോറി ഉണ്ടാകണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല സെയിൽസ് ഉണ്ടാക്കാം. തേർഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം പിക്ചേഴ്സ്. നല്ല പിക്ചേഴ്സ് നമ്മൾ മെനുവിൽ വെക്കുകയാണെങ്കിൽ അത് അത്രയും എൻഹാൻസ് ആയി കിട്ടും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മെനുവിൻ്റെ ഡിഷസിൻ്റെ പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ സാധാരണ നമുക്ക് പറയുന്നത് ഒരു Z മാതിരി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഒരു മെനു കാണുന്ന നേരത്ത് ഫസ്റ്റ് കാണുന്നത് ലെഫ്റ്റ് എൻഡാണ്, പിന്നെ അതിന് ശേഷമാണ് റൈറ്റിലോട്ട് പോകുന്നത്, പിന്നെ നമ്മൾ താഴോട്ട് പോകും, പിന്നെ റൈറ്റിലോട്ട് പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മെനുവിൽ എപ്പോഴും ഒരു യൂണിക്കോൺ ഡിഷ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ചില ഡിഷസ് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും, അതേസമയം ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ
അത് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ മാർജിൻ വെച്ചിട്ട് വേണം നമ്മളതിനെ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ മെനുവിൽ നമ്മൾ സാധാരണ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഇപ്പോൾ കടക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ഡീറ്റെയിൽസും അങ്ങനെ കാര്യങ്ങളൊക്കെ അതിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ വിത്ത് യുവർ വാല്യുബിൾ കമൻറ്റ്സ്. ഞാനത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ നമ്മൾ എന്തായാലും അതിലോട്ട് പോകുന്നില്ല. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ ചില ഡിഷസ് നമുക്ക് നല്ല പ്രൊഡക്ഷൻ പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും, ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും. അതേസമയം നമുക്ക് സെല്ല് ചെയ്യാൻ ഒരു ലിമിറ്റ് കാണും. ആ ലിമിറ്റിലേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിരിയാണി ഇപ്പം എസ്പെഷ്യലി നോർത്ത് കേരള, വയനാട്, കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തൊക്കെ ബിരിയാണി ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എനിക്കറിയാവുന്ന പല പല റെസ്റ്റോറൻറ്റ്സ് ഞാൻ ചെയ്തു കൊടുത്തതും ഞാൻ കൺസൾട്ടിങ് ചെയ്ത് കൊടുത്തതായിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റ്സിലൊക്കെ മിനിമം ഒരു 1000, 1200, 1300 ബിരിയാണിയൊക്കെ ചിക്കൻ ബിരിയാണിയൊക്കെ ഒരു ദിവസം പോകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ബേസ് പ്രൈസിങ് മാത്രമേ ബിരിയാണിക്ക് വെക്കാൻ പറ്റുള്ളൂ. ഒരു 180 to 200, 220 അതിൽ കൂടുതൽ നമുക്ക് ബിരിയാണിയുടെ പ്രൈസ് വെക്കാൻ പറ്റില്ല. അതേസമയം ബിരിയാണിക്ക് അത്യാവശ്യം കോസ്റ്റുള്ള ഡിഷാണ്. അതിന് നല്ല ചിക്കൻ പീസ് കൊടുത്തില്ലെങ്കിൽ മോശമാണ്. റൈസ് മാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ പലപ്പോഴും ഇത്ര ഗ്രാമേജ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് ഹൈ ആയിരിക്കും. അതേസമയം നമുക്ക് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഡിഷസൊക്കെ ഡെഫിനറ്റ്ലി പോപ്പുലർ ആയിട്ടുള്ള ഡിഷസും ആയിരിക്കും. അതേസമയം ചില ഡിഷസ് ഉണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ ആൾക്കാരിൽ അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി ആകുമ്പോൾ ആ മാർജിൻ നമുക്ക് കുറച്ചും കൂടി കിട്ടും. അപ്പോൾ ചില ഡിഷസിൽ നമുക്ക് മാർജിൻ കുറച്ച് വെക്കണം, ചില ഡിഷസിൽ മാർജിൻസ് കൂട്ടി വെക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് മെനു ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കോസ്റ്റിങ്, നമ്മുടെ ഫുഡ് കോസ്റ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലേ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ യൂണിക്കോൺ ഡിഷസ്, നമുക്ക് കുറച്ച് മാർജിനുള്ള ഡിഷസ് അതിനെ കീ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിനെ പ്ലേസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ സെയിൽസിൻ്റെ നമ്പേഴ്സ് കൂടത്തുള്ളൂ. സോ അപ്പോൾ അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഇൻ ദ മെനു മാറ്റേഴ്സ് എ ലോട്ട്. സോ ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഇനിയും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ലെറ്റ് മീ നോ വിത്ത് യുവർ വാല്യുബിൾ കമൻറ്റ്സ്. ഞാനതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനിയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഞാൻ ഇനി ഒരുപാട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, ഒരു ലാസ്റ്റ് പോയിൻറ്റും കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാനിത് പതുക്കെ അവസാനിപ്പിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ദ പ്ലേസ്മെൻറ്റ്. നമ്മൾ ഇന്നത്തെ ലോകം നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് ആൾക്കാർ പറയുമായിരുന്നു, പീപ്പിൾ ഈറ്റ് വിത്ത് ദെയർ ഐസ് ഫസ്റ്റ് ആൻഡ് ദെൻ വിത്ത് ദെയർ മൗത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റിംഗ് നല്ലതായിട്ട് ചെയ്യണം. നല്ല പ്ലേറ്റിംഗ് ചെയ്ത ഫുഡിനായിരിക്കും ആൾക്കാർ കണ്ണു വെച്ചാണ് ആദ്യം അതിനെ കഴിക്കുന്നത്. സോ ദ പ്രസൻറ്റേഷൻ മാറ്റേഴ്സ്. ഇന്നത്തെ സമയത്ത് ദ ഹോൾ തിങ് ഈസ് ചേഞ്ച്ഡ്. നൗ ഇറ്റ് ഈസ് കം ടു പീപ്പിൾ ഈറ്റ് വിത്ത് ദെയർ ഫോൺസ് ഫസ്റ്റ് ആൻഡ് ദെൻ ഈറ്റ് വിത്ത് ദെയർ മൗത്ത്. അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോകമാണ്. ഇപ്പോൾ ആൾക്കാർ വന്ന് ആദ്യം ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ഫോൺ വെച്ച് അതിൻ്റെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യലും വീഡിയോ പിടിക്കലും ഒക്കെയാണ്. റീൽസ് ഉണ്ടാക്കലും അങ്ങനത്തെ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എറ. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വന്നിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇൻഫ്ലുവൻസിൻ്റെ ഒരു എറയാണ് ഇപ്പോൾ നമ്മളുള്ളത്. സോ ഇൻസ്റ്റാഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ബിസിനസ്സിൽ അത് മാറ്റർ ചെയ്യുന്നൊരു സംഗതിയാണ്. സോ ഡോണ്ട് ജസ്റ്റ് തിങ്ക് ദാറ്റ് ലൈക്ക് അത് നമ്മുടെ ഫുഡും ടേസ്റ്റും കാര്യങ്ങളും കൊണ്ട് മാത്രം നമ്മളങ്ങ് വിജയിക്കാം എന്ന് വിചാരിക്കരുത്. കാര്യം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നറേറ്റീവാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഡിഷസ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്തെ എൻഷുർ ദാറ്റ് ഇറ്റ് ഇസ് ഇൻസ്റ്റാഗ്രാമബിൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു കഫേയിൽ പോവുകയാണെന്ന് വിചാരിച്ചു, അവിടെ ഒരുപാട് ഡിഷസ് കാണും. ചില ഡിഷസ് ഇപ്പം ചീസി, ഞാൻ കണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പം ചീസി ബർഗർ ഒരു എക്സാമ്പിൾ തരാം. നമ്മളൊരു സിറിഞ്ചിൻ്റെ അകത്ത് കുറച്ച് ചീസ് സോസ് നിറച്ചാന്ന് വിചാരിച്ചു. വലിയ സിറിഞ്ചില്ല, അതിൻ്റെ അകത്ത് ചീസ് സോസ് നിറച്ചിട്ട് നമ്മൾ ബർഗർ കൊണ്ട് വെക്കുന്നു. ഈ സിറിഞ്ച് വെച്ചിട്ട് ആ ബർഗറിൻ്റെ അകത്തോട്ട് ഇഞ്ചക്ട് ചെയ്ത ചീസ് സോസ് അതിൻ്റെ അകത്തോട്ടും കൂടി ഇട്ടിട്ട് അതിനെ ചീസി ബർഗർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ഫീലാണ്. ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതേമാതിരി പല എക്സാമ്പിൾസ് ഞാൻ ചെയ്ത പല കാര്യങ്ങളുണ്ട്. ലൈക്ക് വേർട്ടിക്കൽ ബുർജ് ഖലീഫ മാതിരിയുള്ള ഒരു ഐസ്ക്രീം പ്രസൻറ്റേഷൻ. സാധാരണ എല്ലാവരും ഐസ്ക്രീംസ് എന്താണ്, അതിൻ്റെ സ്കൂപ്പ് എടുത്തിട്ട് ജസ്റ്റ് പ്രസൻറ്റ് ചെയ്യാണ്. അതേസമയം ഞാനൊരു ചെറിയൊരു റോഡ് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഐസ്ക്രീമിൻ്റെ സ്കൂപ്സ് വെച്ച് ഒരു ബിൽഡിംഗ് മാതിരി വേർട്ടിക്കലായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. അപ്പോൾ അതിനൊരു കളർ തീം ഉണ്ടായി, അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടായി.
ടെൻഡർ കോക്കനട്ട്. എൻ്റെ ഒരു ഡിഷുണ്ട്, ഇറ്റ്സ് കോൾഡ് ഫിഷ് എനിഗ്മ. നമ്മുടെ ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണ മാതിരി തന്നെ എനിക്കൊരു ഡിഷുണ്ട്, ഫിഷ് എനിഗ്മ എന്ന് പറഞ്ഞാൽ. അതിനെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഷെല്ലിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് അതിൽ വരുന്ന കുറച്ച് ബാക്കിയായിട്ട് വരുന്ന നമ്മുടെ വെള്ളമില്ലേ, കരിക്കിൻ്റെ വെള്ളം, അത് ഒരു സെപ്പറേറ്റ് ഷോട്ട് ഗ്ലാസ്സിൽ കൊടുക്കുന്നു. പിന്നെ ഞാൻ ചെയ്ത വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പേരയ്ക്കയും ഉള്ളിയും മാങ്ങയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാലഡ്. അപ്പം റാദർ ദാൻ നമ്മൾ അത് മിക്സ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഒരു ടേബിളിൽ ഒരു ട്രേയിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ടൊരു മിക്സിംഗ് ബൗൾ അവിടെ വെക്കുന്നു. അപ്പോൾ സർവീസ് ചെയ്യുന്ന ആൾ ഈ സാധനം എല്ലാം അതിൻ്റെ അകത്തോട്ട് ഇടുന്നു. കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ദ മിക്സിങ് യുവർ സെൽഫ് എന്നുള്ളൊരു സംഗതി. അപ്പം ഇഷ്ടമുള്ള കസ്റ്റമർ ചെയ്യും, ഇല്ല നമ്മൾ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സർവീസ് പേഴ്സൺ വിൽ പുട്ട് എ ഗ്ലൗസ് ആൻഡ് ഹി വിൽ മിക്സ് ഇറ്റ് ആൻഡ് ഗിവ്. അതേസമയം ഇപ്പം കസ്റ്റമറിന് ഇഷ്ടമുണ്ട്, സമയമുണ്ട്, അവർക്കൊരു ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റി ചെയ്യണം, ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ പല കസ്റ്റമേഴ്സ് അതിന് റെഡിയാവും. അപ്പോൾ അവർക്ക് നമ്മളൊരു ഡിസ്പോസിബിൾ ഗ്ലൗസ് കൊടുക്കും. ബാക്കി അപ്പോൾ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ അതിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ആ ഡിഷ് ഉണ്ടാക്കുന്നതിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പം ദിസ് ഇസ് what I'm telling when I say it should be Instagrammable. നമുക്ക് ഇഷ്ടം ഉണ്ടോ ഇല്ലയോ, ദ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് ആൻഡ് പീപ്പിൾ ലുക്ക് അറ്റ് ഓൾ ദീസ് തിങ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്, അമേസിങ് ആയിട്ടുള്ളൊരു എഫക്റ്റ് അത് കൊണ്ടുവരും. പിന്നുള്ളത് കളേഴ്സ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ലൈറ്റിങ്സ് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ് ഈ യെല്ലോ ലൈറ്റ് അല്ലെങ്കിൽ ഒരു വാം ലൈറ്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റോറൻറ്റ്സിൽ. അത് അതിൻ്റെ സെറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ യെല്ലോ ലൈറ്റിങ്ങും ഒരു വാം ലൈറ്റിങ്ങും നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആ ഒരു റിലാക്സ്ഡ് ഫീൽ കിട്ടും. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീൽ കിട്ടും. അതേസമയം ഈ സെയിം സംഗതി നമുക്ക് ഒരു ഫാസ്റ്റ് ഫുഡുള്ള ഒരു സ്ഥലത്തോ ഒരു വേറെ തന്നെ ഒരു ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ്മെൻ്റ് ഉള്ള സ്ഥലത്ത് കൊടുക്കാൻ പറ്റില്ല. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കുറേ നേരം ഇരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ APC അല്ലെങ്കിൽ ആവറേജ് പെർ കവറിനെ ഭയങ്കരമായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യും. അതായത് പെട്ടെന്ന് ആൾക്കാർ മാറിയാലേ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിന് വരാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ നോക്കേണ്ടത് പീക്ക് ടൈംസിൽ നമ്മളുടെ ലൈറ്റിംഗ് മാറ്റർ ചെയ്യും. പല റെസ്റ്റോറൻറ്റ്സ്, എനിക്കറിയാവുന്ന പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവർ ഭയങ്കര ബിസി ആകാൻ നേരത്ത് അവർ പെട്ടെന്ന് അവരുടെ ലൈറ്റിംഗ് മാറ്റും. അതായത് പെട്ടെന്ന് അവർ വൈറ്റ് ലൈറ്റ് കൊടുക്കും അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് കൊടുക്കും. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് അത് കഴിച്ചിട്ട് പോകാനുള്ള ഒരു അർജൻസി കാണും. അതേസമയം അത്ര കൂടുതൽ ഭയങ്കര തിരക്കില്ലാത്ത സമയത്ത് അവർ ലൈറ്റിംഗ് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് വാം ലൈറ്റിംഗ് ആക്കും, കുറച്ച് റിലാക്സ്ഡ് കോസി ആയിട്ട് നമുക്ക് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിംഗ് ആക്കും. അപ്പോൾ നമ്മൾ ഇതിന് മനസ്സിലാക്കാനുള്ള നമ്മൾ ഇപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ഗാസ്ട്രോഫിസിക്സ്. ഗാസ്ട്രോഫിസിക്സ് ആ സൈക്കോളജിയാണ്. അതായത് നമ്മൾ സട്ടിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കത്തില്ല. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഓരോ സ്ഥലത്തിൻ്റെ സക്സസ്സിനെ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നൊരു സംഗതിയാണ്. പല റെസ്റ്റോറൻറ്റ്സ് ഇത് സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട് ആസ് എ കൺസൾട്ടൻറ്റ് ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സിനെ ചിലപ്പോൾ എഫക്റ്റ് ആക്കിയേക്കാം. പക്ഷേ ഐ ഡോണ്ട് മൈൻഡ്, ഇറ്റ്സ് സംതിങ് ദാറ്റ് നീഡ്സ് ടു കം. ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ഐ സീ എ ലോഡ് ഓഫ് പീപ്പിൾ ലൈക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അവർ ഏകദേശം ഫെയിലിയർ ആകുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഇൻപുട്സ് അവർക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ കംപ്ലീറ്റ് ആ തോട്ട് പ്രോസസ്സിനെ മാറ്റിയിട്ട് ദേ ആർ ഗെറ്റിംഗ് പ്രോഫിറ്റബിൾ. ഇപ്പോൾ എനിക്കറിയാം ചില സിക്ക് റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെല്ലാൻ നേരത്ത് അവരുടെ ഡെയിലി സെയിൽസ് ക്ലോസ് ടു അറൗണ്ട് 8,000 10,000 ആ റേഞ്ചിലായിരിക്കും. മാക്സിമം ഒരു 12-13 സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് 8,000 to 10,000 റുപ്പീസിൻ്റെ സെയിൽ മാത്രമേ അവർ ചെയ്യത്തുള്ളായിരിക്കും. അവരെ ഞാൻ അവിടുന്ന് നാവിഗേറ്റ് ചെയ്തൊരു 60 to 1 lakh വരെ എത്തിച്ച ഒരുപാട് സ്റ്റോറീസ് എനിക്കുണ്ട്. അതായത് ഡെയിലി സെയിൽസ് ഒരു 60,000 റുപ്പീസ് to 1 lakh സെയിൽസ് വരെ എത്തിക്കാൻ നമ്മൾ കുറേ കീ ആയിട്ടുള്ള ഏരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ഇനിയും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലെറ്റ് മീ നോ ബൈ യുവർ വാല്യുബിൾ കമൻറ്റ്സ്. അത് മാത്രമല്ല, എന്നെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ മെൻഷൻ ചെയ്തേക്കാം. യു ക്യാൻ കോൾ മീ, യു ക്യാൻ റീച്ച് ഔട്ട് ടുവേർഡ്സ് മീ. നമുക്ക്
ലൈക്ക് സി നമ്മളെപ്പോഴും ദിസ് ഡെഫിനറ്റ്ലി നമ്മൾ ഇതിപ്പോൾ ഒരു ബിസിനസ് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ ചാരിറ്റി അല്ല ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ബിസിനസ് മെൻറ്റാലിറ്റിയിൽ മാത്രം കളിക്കേണ്ട ഒരു ഗെയിം അല്ല ഇത്. രണ്ടും വേണം. ഇറ്റ് ഷുഡ് ബി ബോത്ത്. പ്രോഫിറ്റബിൾ ആയിരിക്കണം, അതേസമയം നമ്മൾ ജസ്റ്റ് ഞാൻ രണ്ട് എക്സ്ട്രീംസും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ചില ആൾക്കാർ ദേ ഡോണ്ട് കെയർ. ഇപ്പം ഞാൻ ചില റെസ്റ്റോറൻറ്റ്സിൻ്റെ അജീനോമോട്ടോയിൻ്റെ പെർ മന്ത് കൺസംഷൻ കാണാൻ നേരത്ത് 35-40 കിലോഗ്രാം അജീനോമോട്ടോ ഒക്കെയാണ് പല വലിയ റെസ്റ്റോറൻറ്റ്സിലും യൂസ് ചെയ്യുന്നത്. 40 kg ഓഫ് അജീനോമോട്ടോ. ക്യാൻ യു ഇമാജിൻ? ഞാൻ അജീനോമോട്ടോനെ മോശമായിട്ട് പറയല്ല. സോഡിയം ഗ്ലൂട്ടമേറ്റ് ഒരുപാട് റിസർച്ച് ഉണ്ട് അതിൻ്റെ പുറകിൽ. ഇപ്പം നമ്മളുടെ നാട്ടിൽ വെളിച്ചെണ്ണേനെ എങ്ങനെയാണോ മോശമാക്കിയത്, അതേമാതിരിയാണ് ഓറിയൻ്റൽ ഫുഡിൽ യൂറോപ്യൻസ് അജീനോമോട്ടോനെ ഭയങ്കരമായിട്ട് മോശമാക്കിയത്. കാര്യം വൈ? ബിക്കോസ് ചീസിൻ്റെ സെയിൽസ് കൂട്ടാൻ. ചീസ് ബേസിക്കലി ഹാസ് ദ സെയിം സ്റ്റഫ്. അതായത് അത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിൻ്റെ ഒരു കണ്ടൻറ്റ് അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറിയൻ്റൽ കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന ഈ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത്, അജിനോമോട്ടോ ഇസ് എ കമ്പനി. അപ്പോൾ ആ ഒരു ഇതിനെ ഭയങ്കര മോശമായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. പക്ഷേ എന്നാലും ഒരു ലിമിറ്റ് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും പല ഫങ്ഷൻസിലും ഞാൻ കാണാറുണ്ട്. അതായത് ഇപ്പോൾ ചില ഈവൻറ്റ്സിലൊക്കെ നമ്മൾ പോകാൻ നേരത്ത്, നമ്മൾ ചിലപ്പം കിച്ചൺസിലൊക്കെ കാണാൻ നേരത്ത് അവിടെ 5-10 കിലോ അജീനോമോട്ടോ ഒക്കെ ഇട്ടിട്ടാണ് അവർ ഫുഡിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ യാതൊരു കാര്യമില്ല. ഇത് കോർ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ടേസ്റ്റൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുവരാം, നാച്ചുറലി കൊണ്ടുവരാം. നമുക്ക് കളറൊന്നും ചേർക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊക്കെ ടെക്നിക്സാണ്. ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ചെയ്യാനുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി, ഇറ്റ്സ് എ വിൻ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. പല ആൾക്കാരും എക്സ്ട്രീംസിലോട്ട് പോകാറുണ്ട്. നല്ല പ്രോഫിറ്റബിളായിട്ടുള്ള ആൾക്കാർ, പ്രോഫിറ്റബിളായിട്ട് പോകുന്ന റെസ്റ്റോറൻറ്റ്സിലുള്ള ആൾക്കാർ അവരുടെ പ്രോഫിറ്റ്സ് ഇനിയും കൂട്ടാൻ വേണ്ടിയിട്ട് പല മാൽ പ്രാക്ടീസസും ഫോളോ ചെയ്യാറുണ്ട്. അതേസമയം പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വലിയ ധാരണയും അറിവില്ലാത്ത ആൾക്കാർ എന്തെങ്കിലും ചെയ്ത് അവരുടെ എക്സ്പെൻസസ് കൂട്ടാറുണ്ട്. പക്ഷെ അവരുടെ സെയിൽസ് ആ നമ്പേഴ്സ് വരാറില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളം ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉള്ളൊരു സ്ഥലമാണ്. ഇന്ത്യയുടെ ചെറിയൊരു സ്റ്റേറ്റ് ആണെങ്കിലും നമ്പർ ഓഫ് റെസ്റ്റോറൻറ്റ്സ് വളരെയധികമുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ അർത്ഥം ആൾക്കാർ പുറത്ത് നല്ല ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ജസ്റ്റിഫൈഡ് ആയിരിക്കണം. അവർക്ക് നല്ല ഫുഡ് ഓഫർ നമ്മൾ ചെയ്യാൻ പറ്റണം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ തുടങ്ങി അങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അത് ഒരു സുഖമില്ലാത്തൊരു ഏർപ്പാടാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ബട്ടർ ചിക്കൻ നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ കറി ലീവ്സ് ഇട്ടിട്ട് കുറേ ആൾക്കാർ ചെയ്യാറുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഷെഫന്മാർക്കൊക്കെ അതേ അറിയത്തുള്ളൂ, ആ ഒരു രീതിയിൽ അത് ചെയ്യാൻ അറിയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം. ചില പെർസെപ്ഷൻസ് മാറ്റണം. നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രി കുറച്ചും കൂടി ഡെവലപ്പ് ആവണം. നമ്മുടെ ഫുഡ് സേഫ്റ്റി പീപ്പിൾ ആർ ഡൂയിങ് എ ഫെൻറ്റാസ്റ്റിക് ജോബ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. കാര്യം ഇറ്റ്സ് നോട്ട് റീച്ച് ടു യൂറോപ്യൻ ഓർ US സ്റ്റാൻഡേർഡ്സ്. പക്ഷേ എന്നാലും ഒരുപാട് നമ്മുടെ നാട്ടിലുള്ളത്രയും വേറെ സ്റ്റേറ്റ്സിൽ എനിക്ക് പേഴ്സണലി കണ്ടിട്ടില്ല. ഞാൻ കുറേ പ്രോജക്റ്റുകൾ വേറെ സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഹെൽത്തിൻ്റെ ആൾക്കാരൊക്കെ വളരെ നല്ല പ്രോഗ്രസീവായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. അതിനെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് ഇനിയും കുറച്ചും കൂടി ബെറ്റർ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യാൻ നേരത്തെ പല കാര്യങ്ങളും നമ്മൾ നോക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ ഒരുപാട് ബോർ അടിപ്പിക്കുന്നില്ല. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഐ ഹോപ്പ് യു ഗൈസ് ഗോട്ട് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കിട്ടിയാൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എനി വിച്ച് വേസ്, സോ ഐ വിൽ ഷോ ദ ലിങ്ക് ഓഫ് എങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റും ആസ് എ കൺസൾട്ടൻറ്റ്. നിങ്ങൾക്ക് എങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. എൻ്റെ ഹാൻഡിൽസ് സിമ്പിളാണ്. യു ക്യാൻ ഗോ ടു ഇൻസ്റ്റാഗ്രാം #The Subin Show. എൻ്റെ പേജാണത്, എൻ്റെ പ്രൊഫൈലാണ്. ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഒരുപാട് വീഡിയോസ് അതിൽ ചെയ്തിട്ടുണ്ട്. ദൈവം സഹായിച്ച് അത്യാവശ്യം ഫോളോവേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. ആൻഡ് എൻ്റെ സ്റ്റോറീസ് കാണുക, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി എ ബൂസ്റ്റ് ഫോർ മീ. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് ചാനൽ ത്രൂ എങ്ങനെ പോകണം, അതിൻ്റെ ബഡ്ജറ്റിംഗ് എങ്ങനെ ചെയ്യണം,
അതാണ് എൻ്റെ വർക്ക്. ഞാൻ പല വർഷങ്ങളായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഓൾ റണ്ണിങ് ഗുഡ്. എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചുമ്മാ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരങ്ങ് വിട്ടിട്ട് പോകുന്ന ഒരു പരിപാടി അല്ല എനിക്കുള്ളത്. എവറി 2 to 3 months ഐ റീച്ച് ബാക്ക് ടു ദം. ഞാൻ ചെയ്ത എല്ലാ റെസ്റ്റോറൻറ്റ്സിലും എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ്, എന്തെങ്കിലും മാറ്റമുണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. പിന്നെ പല പല റെസ്റ്റോറൻറ്റ്സിലും ഞാനൊരു മന്ത്ലി എൻഗേജ്മെൻറ്റ്സ് വെക്കാറുണ്ട്. എവറി മന്ത് വൺസ് ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ മാസവും അവിടെ പോയി അവിടെ ഓഡിറ്റ്സ് നടത്തുക, ചെക്ക് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻഡ് ആണോ, കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ, റവന്യൂ നല്ലതാണോ, സ്റ്റാഫ് മാനേജ്ഡ് ആണോ, റീപ്ലേസ് ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി വെക്കുന്ന ആൾക്കാരാണോ, അവർക്ക് സ്റ്റാഫിൻ്റെ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ്. ഇൻ വിച്ച് വേസ്, സോ approach if you would want to approach me. And I hope gastrophysics is a term that you guys will remember when you start a new restaurant. Anyways, എല്ലാവർക്കും എൻ്റെ വക ഒരു നന്ദി. Thank you so much. So this is Subin signing out. Thank you. Bye.